ആ സാറേ, ഞാനാ സത്യശീലനാണ്. എന്താ സത്യല്ല? ഇന്ന് ശീതളൻ മണ്ടോദരി എന്ന് പറയുന്ന രണ്ടാളുകൾ ഇന്റർവ്യൂവിന് വരും. അവരുടെ സ്വപ്നം അങ്ങോട്ട് തല്ലിക്കെടുത്തി വിട്ടേക്ക്. എനിക്കൊന്നും കിട്ടിയില്ല അല്ലേ? അതെ, ഞാൻ അവരുടെ അപേക്ഷയിൽ ചെറിയൊരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ട്. ശരി ശരി, വേണ്ട പോലെ ചെയ്യാം. സാറ് പുറത്ത് രണ്ടുപേരും വന്നിട്ടുണ്ട്. എത്ര ഗ്രൂപ്പുകാരുണ്ട്? രണ്ടുപേരും, ഒരു മണ്ടോദരി ഉണ്ട്, പിന്നെ ഒരു ശീതളനും മണ്ടോദരി. വരാൻ പറ, വരാൻ പറ. വരൂ വരൂ, ഇരിക്കൂ. ശീതളൻ മണ്ടോദരി അല്ലേ? തുടങ്ങാം. ഒരു കല്യാണ പെണ്ണിനെ ഒരുക്കാൻ എത്ര സമയമെടുക്കും? അത് ഏകദേശം ഒരു 2 മണിക്കൂർ. കുട്ടിയോടല്ല, ചോദിക്കുന്ന ആള് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കുട്ടിയാണോ ശീതളൻ? ശീതളൻ പറയൂ. ഒരു കല്യാണ പെണ്ണിനെ ഒരുക്കാൻ എത്ര സമയം വേണം? കല്യാണ പെണ്ണിനെ ഒരുക്കാൻ ഞാനോ? പിന്നെ വീട്ടുകാര് തല്ലിക്കൊല്ലില്ലേ സാർ എന്നെ? ഇത്ര അറിയില്ല. 0. ഈ പുരികം പ്ലഗ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് ഈ ആരോടാണ് ഞാൻ ചോദിക്കുന്നത്? കുട്ടി പറയരുത്, ശീതളം പറയൂ. സാറേ, ബൈക്കിന്റെ പ്ലഗ് നേരാക്കണം പറഞ്ഞാൽ മതിയോ? എന്തൊക്കെയാണോ ഇയാള് പറയുന്നത്? അതും അറിയില്ല. ഈ നഖം ഷൈപ്പാക്കിയിട്ട് അതിന് യോജിച്ച ക്യൂടെക്സ് നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കുക? അത് നെയില്. ആരോടായി ചോദിക്കുന്നത്? എന്താ കുട്ടി നിങ്ങൾ തമാശ കളിക്കുക? ചോദിച്ചാൽ ഉത്തരം പറയൂ. കയ്യിലെ ഗ്രീസ് നഖത്തിന്റെ ഉള്ളിൽ നിന്ന് കളന്ന് പറഞ്ഞാൽ മതി. എന്താ ഇയാൾ ഈ പറയണത്? ഒന്നും അറിയില്ല. ഇനി മണ്ടോദരി, ഈ പ്ലഗിലെ കറണ്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയാം സാറേ. താൻ ചോദിച്ചതിനൊന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ. താനല്ല പറയാൻ. മണ്ടോദരി പറയൂ. ഈ പ്ലഗിലെ കറണ്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലഗില് അത് വീട്ടിലെ മെയിൻ സ്വിച്ചിന്റെ ഫ്യൂസ്. ബൈക്കിന്റെ പ്ലഗിലെ കറണ്ട് വരാത്തതിന് വീട്ടിലെ മെയിൻ സ്വിച്ച് അറിയില്ല. ഞാനൊന്ന് പറഞ്ഞു നോക്കിയാലോ സാറേ? തന്നോട് ചോദിച്ചില്ലല്ലോ. ചോദിച്ച ആള് വേണം പറയാൻ. ഈ ഗിയർ ബോക്സ് മാറ്റുന്ന എങ്ങനെയാ? സെൽഫ് മോട്ടോർ അടിച്ച് മാറ്റിയിട്ട്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. കുട്ടി പറയൂ. അറിയില്ല. എത്ര തരം സ്പാനർ ഉണ്ട്? 12/3, 10/11. ആരോടാ ഞാൻ ചോദിച്ചത്? കുട്ടി പറയൂ. അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ? ഒന്നും അറിയാതെയാണോ ബിസിനസ്സിന് ഇറങ്ങി പുറപ്പെടുന്നത്? എന്തെങ്കിലും ബിസിനസ് ആയിട്ടൊരു ബന്ധം വേണം. നിങ്ങൾ എന്താ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക? സർക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ ലോണായിട്ടാണ് കിട്ടുന്ന അറിയുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെടെ. അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. നവകേരളം, യുവകേരളം. സാറേ, ഞാൻ ബൈക്ക് വർക്ക്ഷോപ്പ് തുടങ്ങാനാണ് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടി ബ്യൂട്ടി പാർലറും. എന്നിട്ട് ഇതിൽ അങ്ങനെയല്ലല്ലോ. ഇത് നോക്കൂ. മണ്ടോദരി വർക്ക്ഷോപ്പ്, ശീതളൻ ബ്യൂട്ടി പാർലർ. അങ്ങനെയല്ല എഴുതിയത്. ആരെഴുതിയത്? ഞങ്ങൾ അപേക്ഷയിൽ ഇങ്ങനെയല്ല എഴുതിയത്. സാറത് തിരിച്ചമറിച്ച്. അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് അവിടുന്ന് വന്ന കടലാസ് എങ്ങനെ അതുപോലെയാണ് ഞങ്ങൾക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾ അവിടെ പോയി പറയണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോയിക്കോളൂ. സുമേഷ് ഏട്ടാ, അടുത്ത ആളെ കടത്തി വിടൂ. പണി കിട്ടിയതാ. പോയിക്കോളൂ.